മാതൃഭൂമി ന്യൂസ് നീൽസൺ അഭിപ്രായ സർവേ തുടരുകയാണ്. ഏറ്റവും കരുത്തന്മാർ കാവൽ നിൽക്കുന്ന 2 മണ്ഡലങ്ങളുടെ ഭാവി എന്താകും എന്നാണ് അടുത്തതായി പരിശോധിക്കുന്നത്. കൊല്ലവും ആറ്റിങ്ങലും. മഞ്ജുഷ്. NK പ്രേമചന്ദ്രനും KN ബാലഗോപാലും മത്സരിക്കുന്ന കൊല്ലം എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇത്തവണയെങ്കിലും UDF-ൽ നിന്ന് കൊല്ലം തിരിച്ചുപിടിക്കുവാൻ LDF-ന് കഴിയുമോ? വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഇവിടെ BJP വോട്ടുകൾ എത്രമാത്രം നിർണായകമാണ്? BJP വോട്ട് മറിക്കൽ വരെ ഉണ്ടാകുമെന്ന ആക്ഷേപമുള്ള മണ്ഡലമാണ് കൊല്ലം മണ്ഡലം. കൊല്ലത്ത് എങ്ങനെയാണ് വോട്ടർമാർ ചിന്തിക്കുന്നത്? കൊല്ലത്ത് UDF-ന് ഇത്തവണ NK പ്രേമചന്ദ്രന് 47% വോട്ടുകൾ, അതേസമയം LDF-ന് 39% മാത്രം. കൊല്ലം നിലനിർത്തുവാൻ NK പ്രേമചന്ദ്രന് സാധിക്കും എന്നാണ്. 47-39 എന്ന് വരുമ്പോൾ വലിയ മാർജിനാണ് ഉള്ളത്. കൊല്ലം വീണ്ടും UDF-ന്റെ കയ്യിൽ. അതേസമയം NDAക്ക് 8% വോട്ടുകൾ മാത്രമേ കൊല്ലത്ത് നേടുവാൻ കഴിയുകയുള്ളൂ. കൊല്ലം UDF-ന്റെ കൈകളിലേക്ക് വീണ്ടും 46.5% നിന്നാണ് കൊല്ലത്ത് അല്പം കൂടി നില മെച്ചപ്പെടുത്തുവാൻ UDF-ന് കഴിയുന്നത്. അതേസമയം 39% വോട്ടുകളാണ് ഇത്തവണ LDF-ന് കൊല്ലത്ത് പറയുന്നത്. കഴിഞ്ഞ തവണ അത് 42.2% MA ബേബി മത്സരിച്ച സമയത്ത്. എന്തായാലും കൊല്ലവും തെക്കൻ മണ്ഡലങ്ങൾ തൂത്തുവാരുന്ന ഒരു നിലയിലേക്ക് വരികയാണ്. അതേസമയം LDF-ന് കൊല്ലവും നഷ്ടപ്പെടുകയാണ്. അടുത്തത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. കരുത്തർ മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലം. സമ്പത്തിനെ നേരിടുന്നത് അടൂർ പ്രകാശ് വന്നതോടുകൂടി ആറ്റിങ്ങൽ മണ്ഡലമാണ് അടുത്തത്. ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ UDF-ന് കഴിയുമോ? LDF-ന്റെ കുത്തക മണ്ഡലമായ ആറ്റിങ്ങലിൽ ഇത്തവണ അടൂർ പ്രകാശിന് അത്ഭുതങ്ങൾ കാട്ടുവാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അവിടെ സർവേ അനുസരിച്ച് ആറ്റിങ്ങലിൽ LDF-ന് 46% വോട്ടുകൾ. LDF-ന് 46%മാണ് ആറ്റിങ്ങലിൽ. അതേസമയം UDF-ന് 38%. 46-38 വലിയ മാർജിനാണ് അത്. 46-38 എന്ന് പറയുമ്പോൾ 8% വ്യത്യാസമുണ്ട്. അവിടെ അടൂർ പ്രകാശിന് മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ കഴിയില്ല. ആറ്റിങ്ങൽ വീണ്ടും LDF-ന്റെ കുത്തക സീറ്റായിട്ട് മാറാൻ പോവുകയാണ്. അതേസമയം ശോഭാ സുരേന്ദ്രന് BJP സ്ഥാനാർത്ഥി വലിയ ചലനമുണ്ടാക്കാൻ കഴിയില്ല എങ്കിൽ പോലും 10% വോട്ടുകൾ നേടുവാൻ, ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ സമാഹരിക്കുവാൻ കഴിയുമെന്നാണ്. കഴിഞ്ഞ തവണ 10% വോട്ടാണ് ആറ്റിങ്ങലിൽ നേടിയിരുന്നത്. ഇത്തവണ ഏതാണ്ട് സമാനമായ രീതിയിൽ 10% വോട്ടുകൾ കിട്ടും. അതായത് കൊല്ലത്തും ആറ്റിങ്ങലിലും ഇത്തവണ അട്ടിമറിയില്ല. ശരി, ഉണ്ണി ബാലകൃഷ്ണൻ, കൊല്ലത്തിന്റെ പ്രത്യേകത എന്താണ്? കൊല്ലത്ത് UDF വളർച്ച കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 46% NK പ്രേമചന്ദ്രൻ ലഭിച്ചതെങ്കിൽ 0.5% വളർച്ചയാണ് UDF കാണിക്കുന്നതെങ്കിലും ഏതാണ്ട് 4.3% കഴിഞ്ഞ പ്രാവശ്യം പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷമെങ്കിൽ അത് 8% വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, MAB 42% വോട്ട് നേടിയ സ്ഥലത്ത് ഇപ്രാവശ്യം 39% LDF കുറഞ്ഞിരിക്കുന്നു എന്നാണ്. അതായത് UDF കൊല്ലത്ത് വളർച്ച കാണിക്കുന്നു, LDF വീണ്ടും താഴത്തേക്ക് വരുന്നൊരു സ്ഥിതിയാണ് കൊല്ലം മണ്ഡലത്തിലുള്ളത്. ജോസഫ് സി മാത്യു, ഇവിടെ ഈ സംഘി പ്രചാരണമൊക്കെ പ്രേമേന്ദ്രനെതിരെ ശക്തമായിട്ടുണ്ടായിരുന്നു. നോക്കൂ, കഴിഞ്ഞ തവണ 4% ഗ്യാപ്പ്, ഇത്തവണ 8%. അപ്പോൾ ഇവരുടെ ഒരു ശക്തമായ CPM-ൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ക്രോസ് വോട്ടിംഗ് BJP-യുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ്. 4% നിന്ന് ഒറ്റയടിക്ക് 8% ഈ ഗ്യാപ്പ് ഉയരണമെങ്കിൽ അത് കൊല്ലം യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ട് വളരെ LDF-ന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പ്രേമചന്ദ്രൻ എന്തുകൊണ്ടോ അവിടെ വളരെ ഇത്രയും പേഴ്സണലായിട്ടുള്ള വോട്ടുകൾ ഒരു വ്യക്തിക്ക് കിട്ടുമോയെന്ന് എനിക്ക് അത്ഭുതമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ടാണ് വോട്ട് ചെയ്യുക എന്നാണ് ഞാൻ കരുതുക. പക്ഷേ പ്രേമചന്ദ്രൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ ഒരു 7-8% വരെ പേഴ്സണൽ വോട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഇവിടെ രാജഗോപാലിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയാൽ എല്ലാ മണ്ഡലത്തിലും ഒരു 6% പേഴ്സണൽ വോട്ടുണ്ടായിരുന്നു. നമുക്ക് വോട്ട് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. അതുപോലെ പ്രേമചന്ദ്രൻ അങ്ങനെ ഒരു റാപ്പോ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. CG, നേരത്തെ ഒരു പ്രയോഗം, ഇത്തവണ മറ്റൊരു പ്രചാരണം, അത് 2 തവണയും പ്രേമന് ഗുണം ചെയ്തു എന്നാണോ? നേരത്തെ പരനാറി, ഇപ്പോൾ സംഘി. അതായത് കൊല്ലം മണ്ഡലത്തിലെ ഒരു നിയമസഭാ നിയോജക മണ്ഡലങ്ങളും UDF-നില്ല. അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ മെജോറിറ്റി 1,76,000-അടുത്താണ് LDF-നുള്ള മെജോറിറ്റി. അവിടെയാണ് 47%-വും 39% എന്ന് സർവേ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, ശബരിമല കൊല്ലത്ത് ബാധിക്കുന്നുണ്ട് എന്നത് വ്യക്തം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം, കണ്ണൂരിനിപ്പുറത്തേക്ക് നമ്മൾ നോക്കിയാൽ BJP-ക്ക് വളരെ വോട്ട് ഷെയറിൽ വളർച്ച കുറഞ്ഞ മണ്ഡലമായിട്ടാണ് കൊല്ലം നമ്മുടെ സർവേയിൽ കാണുന്നത്. കഴിഞ്ഞ തവണ 6.7, ഇത്തവണ 8, 1% മാത്രം ഒരു വളർച്ച മാത്രമേ. അതൊരു സ്വാഭാവിക വളർച്ച എന്നതിനപ്പുറത്തേക്ക് വലിയ വളർച്ചയില്ല. അതിൻ്റെ ഗുണഭോക്താവ്, ആ BJP-യിലേക്ക് വരേണ്ട വോട്ടുകളുടെ ഗുണഭോക്താവ് ആരാകും എന്നുള്ളതുകൂടി ഈ സർവേ സൂചിപ്പിക്കുന്നുണ്ടോ എന്നതാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ 1,75,000-ഓളം വോട്ടുകളുടെ നിയമസഭയിലുള്ള മെജോറിറ്റി വേണം
പ്രേമചന്ദ്രനെ മറികടന്ന് ഇപ്പോൾ ഏതാണ്ട് 8% വോട്ടുകളുടെ ഡിഫറൻസിലേക്കാണ് നമ്മുടെ സർവേ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അവിടെ ആ ഒരു ശബരിമലയിലുള്ള ഒരു എതിർവികാരത്തിൻ്റെ പ്രധാന ഗുണഭോക്താവ് പ്രേമചന്ദ്രൻ തന്നെ ആയേക്കാം എന്നാണ് നമ്മൾ